സോ 2024 ഏകദേശം അവസാനിക്കാറായി. സോ ഇത്തവണയും വന്നിട്ട് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിട്ടുള്ളത് ആക്ച്വലി സിനിമ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ ഈ 2024 ഞാൻ കണ്ടിട്ടുള്ള സിനിമകളെ ബേസ് ചെയ്തിട്ട് ഒരു ടോപ്പ് 15 ഔട്ട് ഓഫ് ഓൾ ദ സിനിമാസ് ഞാൻ കണ്ടത് എല്ലാ സിനിമയും വെച്ചിട്ട് ഒരു ടോപ്പ് 15ലേക്ക് ഉള്ള ഒരു ശ്രമമാണ് ഇത്. ആക്ച്വലി ഇതൊരു റേറ്റിംഗ് എന്താ പറയുക, റേറ്റിംഗ് ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ള റേറ്റിംഗ് ആയിട്ട് ഞാനിത് കണക്കാക്കുന്നില്ല. കാരണം എൻ്റെ പെർസ്പെക്റ്റീവ് ഉള്ള സിനിമ ആയിരിക്കില്ല ഇത് കാണുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇയർ റേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബഞ്ച് ഓഫ് സിനിമാസ് എടുത്ത് അതിന് ഒരു ടോപ്പ് ടു ബോട്ടം എന്ന രീതിയിൽ റേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ട് കാണാം. ഇതിൻ്റെ അകത്തുള്ള സിനിമകൾ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചിലപ്പോൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ മെൻഷൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടാവും. 2024 കണ്ടിട്ടുള്ള സിനിമകൾ എടുത്തു നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയറിൽ ഞാൻ ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് വെച്ചാൽ മലയാള സിനിമ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹാർഡ്ലി 7 or 8 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ ഞാൻ ഇതിൻ്റെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് മലയാളത്തിൽ നിന്ന് മാത്രം അറൌണ്ട് 28 ഫിലിംസ് ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തമിഴും അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള തെലുങ്കും കന്നഡയും അങ്ങനെ ഹിന്ദി അങ്ങനെയൊക്കെ വെച്ചിട്ട് ആണ് ഞാൻ ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിത്തൗട്ട് എനി ഫർദർ ഡിലേ ഐ വിൽ ഗോ ഫോർ ദ ടോപ്പ് 15. 2024 ടോപ്പ് 15 വന്നിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ടോപ്പ് 15 എന്ന് ഞാൻ റേറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പല നടയിലാണ്. വിപിൻ ദാസ് ഡയറക്ട് ചെയ്തിട്ടുള്ള പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. എന്തുകൊണ്ടെന്ന് പറയുന്നാൽ ഒരുപാട് കാലത്തിന് ശേഷം കോമഡി സിനിമകൾ വളരെ കുറവാണ് ആക്ച്വലി ഇപ്പോൾ വരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രോപ്പർ കോമഡിക്ക് വേണ്ടി മാത്രം ഒരു സിനിമ എടുത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് ഗുരുവായൂർ അമ്പല നടയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തിയേറ്ററിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഗുരുവായൂർ അമ്പല നടയിൽ പറയുന്നത്. സോ ടോപ്പ് 15 എന്ന് പറയുന്നത് 15th പൊസിഷൻ ആക്ച്വലി ഗുരുവായൂർ അമ്പല നടയിലാണ് ഞാൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് 14th പൊസിഷനിൽ ആക്ച്വലി ഭയങ്കര ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഉണ്ണി മുകുന്ദൻ ആക്ട് ചെയ്തിട്ട് ഹനീഫ് അദേനി ഡയറക്ട് ചെയ്തിട്ടുള്ള മാർക്കോ എന്ന് പറയുന്ന സിനിമയാണ് ആക്ച്വലി 14th പ്ലേസിൽ ഞാൻ പ്ലേസ് ചെയ്തിരുന്നത്. സോ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കംപ്ലീറ്റ്ലി ആക്ഷൻ ഫിലിം, അറ്റ് ദ സെയിം ടൈം അവർ എന്താണോ പ്രോമിസ് ചെയ്തത് അതുപോലെ തന്നെ ഡെലിവർ ചെയ്തിട്ടുള്ള സിനിമയാണ്. സ്ക്രീൻ പ്ലേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള ഒരു ഫീല് തന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി മാർക്കോ എന്ന് പറയുന്നത്. സോ മാർക്കോ ഇസ് ഡെഫിനറ്റ്ലി അറ്റ് 14th പൊസിഷൻ. 13th പൊസിഷൻ ആക്ച്വലി ഞാൻ കണ്ടിട്ടുള്ള ഒരു സർപ്രൈസ് ഹിറ്റായിട്ടുള്ള ഒരു ഫിലിമാണ് ആക്ച്വലി 13th പൊസിഷനിലുള്ളത്. ഗോളം എന്നാണ് സിനിമ. സംജദ് ആണ് ഡയറക്ഷൻ. അതുപോലെ തന്നെ വന്നിട്ട് ഇതിൻ്റെ റൈറ്റർ പ്രവീൺ വിശ്വനാഥാണ്. ഒരു പറ്റം പുതുമുഖങ്ങളെ വെച്ചിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. ദിലീഷ് പോത്തൻ ഇതിൻ്റെ അകത്തുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സീറ്റ് എഡ്ജ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നി. തിയേറ്ററിൽ ഞാനത് കാണണം എന്ന് വിചാരിച്ചിട്ട് പോയതല്ല, ബട്ട് പറയില്ല, നമ്മൾ ഇതിൻ്റെ ഒരു വേർഡ് ഓഫ് മൗത്ത് കാരണം പോയി കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ഗോളം. അത് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഗോളം ഈസ് അറ്റ് നമ്പർ 13. ഇനി നമ്പർ 12th പൊസിഷനിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് ആക്ച്വലി ഓണം റിലീസായിട്ട് വന്നിട്ടുള്ള ആസിഫ് അലി അഭിനയിച്ചിട്ടുള്ള ദിൻജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമയാണ്. വിജയരാഘവൻ, ആസിഫ് അലി അവർ മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പലർക്കും ആക്ച്വലി ചിലപ്പം ടോപ്പ് 1ലും ടോപ്പ് 2ലും ഉള്ള ഒരു സിനിമ ആയിരിക്കാം ആക്ച്വലി കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി എ ബ്രില്യൻ മൂവി ദാറ്റ് വാസ് മെയ്ഡ്. തിയേറ്ററിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. സോ കിഷ്കിന്ധാകാന്ഡം ഇൻ മൈ ലിസ്റ്റ് ഈസ് അറ്റ് നമ്പർ 12. സോ 12th തന്നെ ആക്ച്വലി വേറെ ഒരു ഫിലിം കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ദീപാവലി റിലീസായിട്ട് വന്നിട്ടുള്ള ദുൽഖർ സൽമാൻ അഭിനയിച്ചിട്ടുള്ള വെങ്കി അട്ലൂരി ഡയറക്ട് ചെയ്തിട്ടുള്ള ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയാണ്. വാത്തി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വന്നിട്ട് വെങ്കി അട്ലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതായത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിനിമ, സീറ്റ് എഡ്ജ് പോലെ, അതായത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരേപോലെ സീറ്റ് എഡ്ജായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ. സോ നല്ലൊരു തിയേറ്ററിക്കൽ മൊമെൻ്റ് ആയിരുന്നു. ഈവൻ ദോ ഒരു തെലുങ്ക് സിനിമ ആയിട്ട് കൂടി അത് വളരെ ഗംഭീരമായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി വെങ്കി അട്ലൂരിക്ക് പറ്റിയിട്ടുണ്ട്. സോ ലക്കി ഭാസ്കർ ഓൾസോ ഈസ് അറ്റ് നമ്പർ 12th. ഇനി 11th പൊസിഷനിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഓണത്തിന് തന്നെ. ഓണം ആക്ച്വലി ഇത്തവണ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. ഓണത്തിന് തന്നെ വന്നിട്ടുള്ള ജിതിൻ ലാൽ സംവിധാനം ചെയ്തിട്ടുള്ള അജയൻ്റെ രണ്ടാം മോഷണം, ടോവിനോ തോമസ്
3D ആണ് ഞാൻ കണ്ടത്. സോ 3D കണ്ടതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായി. ബട്ട് അറ്റ് ദ സെയിം ടൈം അനന്തഭദ്രം ഒക്കെ ശേഷം വന്നിട്ട് ഒരു അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ ടൈപ്പ് ഒരു സിനിമ ഭയങ്കര നല്ല രീതിയിൽ എടുക്കാനും അത് പ്രോപ്പർലി ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ജിതിൻലാലിന് പറ്റിയിട്ടുണ്ട്. സോ ARM is at number 11. Number 10th പൊസിഷനിൽ ആക്ച്വലി ഒരു തമിഴ് സിനിമയാണ്. സോ ഇത്രയും നേരം തമിഴൊന്നും വന്നില്ല. തമിഴ് ആക്ച്വലി ഒരുപാട് സിനിമകളൊന്നും ഇത്തവണ ഉണ്ടായില്ല. ആക്ച്വലി ഞാൻ എടുത്തപ്പോൾ തന്നെ ഒരു 5-8 സിനിമ മാത്രമാണ് എനിക്ക്. നമ്പർ 10th ഞാൻ അമരൻ പ്ലേസ് ചെയ്യാണ്. രാജ്കുമാർ പെരിയസ്വാമി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, ശിവകാർത്തികേയൻ സായി പല്ലവി, ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. പ്യോർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്ററിൽ കാണാം. ശിവകാർത്തികേയൻ ആസ് എ ഹീറോ, ആ ഒരു റൈസും കാര്യങ്ങളും അറൌണ്ട് 350 crores അടുത്താണ് ആക്ച്വലി തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. വിച്ച് ഇസ് ടോട്ടലി വർത്ത് ഇറ്റ്. നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വന്നിട്ടുള്ള സിനിമയാണ്. പാട്ടുകളായി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ശിവകാർത്തികേയൻ ചെയ്തിട്ടുള്ള എഫേർട്ട് ആയി കഴിഞ്ഞാലും ആ സിനിമ ആസ് എ ഹോൾ ശിവകാർത്തികേയൻ്റെ കരിയറിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. സോ അമരൻ ഇസ് അറ്റ് നമ്പർ 10. ഇനി നമ്മൾ ഒറ്റ സംഖ്യയിലേക്ക് കിടക്കുകയാണ്. നമ്പർ 9. എനിക്ക് ഈ വർഷം കണ്ടത് വെച്ച് ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആക്ച്വലി ഒരുപാട് സിനിമകൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ഭയങ്കര ഒരു എന്താ പറയുക, തിയേറ്ററിൽ കണ്ട സമയത്ത് വന്നിട്ട് ഒരു വാംത്ത് തന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ലബ്ബർ പന്ത് എന്ന് പറയുന്ന സിനിമ. സോ ലബ്ബർ പന്ത് നമ്മുടെ അട്ടക്കത്തി ദിനേശ് അതുപോലെ തന്നെ ഹരീഷ് കല്യാൺ അഭിനയിച്ചിട്ടുള്ള, തമിഴരസൻ പച്ചമുത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം അറൌണ്ട് 50 crores അടുത്ത് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ലബ്ബർ പന്ത് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര രസം. അതായത് നമ്മൾ പറഞ്ഞില്ല, ക്രിക്കറ്റാണ് ഒരുപാട് വന്നിട്ടുള്ളതാണ്, എന്നാൽ പോലും വന്നിട്ട് നമ്മളത് കാണുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ഫൈറ്റും അതുപോലെ തന്നെ അവരുടെ ഈഗോവും കാര്യങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ട്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ക്ലീഷകൾ ആ സമയത്ത് ഉണ്ടാവുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ആക്ച്വലി ഈ സിനിമയിൽ പറ്റിയിട്ടുണ്ട്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് വാച്ച് ഐ ഡിഡ് ഇൻ 2024 എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്പർ 9 ഇസ് ലബ്ബർ പന്ത്. സോ നമ്പർ 8 നമുക്ക് ഫെബ്രുവരി മന്ത് നമുക്ക് വേറൊരു ഭയങ്കരമായിട്ടുള്ളൊരു മന്തായിരുന്നു. സോ നമ്പർ 8 ആക്ച്വലി മഞ്ഞുമൽ ബോയ്സ് ആണ് ആക്ച്വലി എൻ്റെ നമ്പർ 8 പൊസിഷനിലുള്ളത്. ചിദംബരം ഡയറക്ട് ചെയ്തിട്ടുള്ള, സുഷിൻ ഷ്യാമിൻ്റെ ഒരൊറ്റ വാക്കിൽ കയറി എന്താ പറയുക, സൗത്ത് ഇന്ത്യ ഫുള്ള് ട്രെൻഡ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ്. ഒരൊറ്റ പാട്ടിൻ്റെ പുറത്ത് തമിഴ്നാട്ടിൽ 60 കോടിയുടെ മേലെ കളക്ട് ചെയ്തിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് ഗംഭീരമായിട്ടുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ള സിനിമയാണ്. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ കണ്ടിട്ടുള്ള സിനിമയാണ്. ടെക്നിക്കലി ഹൈ ക്ലാസ് ഫിലിം മേക്കിംഗ്, അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അവരെന്താണോ അതിനകത്തുള്ള ക്രക്സ് അത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്തിട്ടുള്ള സിനിമ മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ ഈ വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ മലയാളത്തിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. സോ മഞ്ഞുമൽ ബോയ്സ് in my list is at number 8. നമ്പർ 7 പൊസിഷനിൽ ആക്ച്വലി ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ബ്ലസ്സി ഡയറക്ട് ചെയ്തിട്ടുള്ള, പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഗോട്ട് ലൈഫ്, ആടുജീവിതം എന്ന് പറയുന്ന സിനിമയാണ്. ഇതിൻ്റെ ഒരു സ്റ്റോറി തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇത് ഉണ്ടാക്കിയ സംഭവം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്കൊരു ഇതെങ്ങനെ ഇത് സാധിച്ചെടുത്തു എന്ന രീതിയിൽ നമുക്ക് തോന്നാം. ഒരു ചില സ്ഥലത്തൊക്കെ ഇഷ്യൂസും അതിനുശേഷം ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ തപസ്സും അതാണ് ആക്ച്വലി ഗോട്ട് ലൈഫ് എന്ന് പറയുന്നത്. രണ്ടാമത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി ഗോട്ട് ലൈഫ്. സോ ഗോട്ട് ലൈഫ് ഡെഫിനറ്റ്ലി is one of the best movie of 2024. So that is at number 7. So number 6ലും ആക്ച്വലി 2 ഫിലിം ഉണ്ട്. ഇത് ഒരു തരത്തിലും വന്നിട്ട് എനിക്ക് 2 ഫിലിം ഒഴിവാക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ആക്ച്വലി 2 ഫിലിമായിട്ട് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഫിലിം എന്ന് പറയുന്നത് ഒരു 2024 വരുന്ന സ്ഥലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആക്ച്വലി രാഹുൽ സദാശിവൻ ഡയറക്ടർ ചെയ്ത ഭ്രമയുഗം, മമ്മൂട്ടി, ദ വൺ ആൻഡ് ഓൺലി മമ്മൂക്ക ഓരോ സമയത്തും നമ്മളെ വന്നിട്ട് ഭയങ്കര ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭ്രമയുഗം വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അഗെയിൻ ഞാൻ ഇവിടെ കണ്ടതിൽ. മമ്മൂട്ടിയുടെ കുറെ ജസ്റ്റേഴ്സും കാര്യങ്ങളും അത് പ്ലേസ് ചെയ്തിരിക്കുന്ന വിധവും കാര്യങ്ങളും എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഭ്രമയുഗം. ഗുഡ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഈവൻ ദോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും നമുക്കത് ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് ഭ്രമയുഗം. അതല്ലാതെ തമിഴിൻ്റെ അകത്ത് ഇത്തവണ വന്നിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി മഹാരാജ, വിജയ സേതുപതി, നിതിലൻ സ്വാമിനാഥൻ ഡയറക്ട് ചെയ്തിട്ടുള്ള മഹാരാജ. ഇപ്പം ചൈനയിലൊക്കെ റിലീസ് ചെയ്ത് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന മഹാരാജയാണ് ആക്ച്വലി നമ്പർ 6ലെ രണ്ടാമത്തെ മൂവി എന്ന് പറയുന്നത്. സോ നമ്പർ 5ലേക്ക് വരുന്ന സമയത്തേക്ക് ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പം OTT വന്നതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ ഈ സിനിമ കാണുന്നത്. MC ജിതിൻ സംവിധാനം ചെയ്തിട്ടുള്ള, ബേസിൽ നസ്രിയ അഭിനയിച്ച സൂക്ഷ്മദർശിനി. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ സിനിമ കണ്ടയാളെ
പൊട്ടനാക്കി വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു ഫിലിം മേക്കിംഗ്, അതായത് നമ്മളെ ഏമാത്തുക എന്ന് പറയുന്നത് ടോട്ടൽ ഏമാത്തൽ. സോ ലാസ്റ്റ് വരെ സിനിമ കണ്ടിട്ടുള്ള ആളെ ഏമാത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി സൂക്ഷ്മദർശിനി. ബ്രില്യൻ റൈറ്റിംഗ്, അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു അതിൻ്റെ മ്യൂസിക് ആയി കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. സോ പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. സോ ഐ റിഗ്രറ്റ് ദാറ്റ്, ബട്ട് സ്റ്റിൽ എ വെരി വെരി ഗുഡ് മൂവി, വെൽ മെയ്ഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം സൂക്ഷ്മദർശിനിന്. സോ സൂക്ഷ്മദർശിനി ഈസ് അറ്റ് നമ്പർ 5. നമ്പർ ഫോർത്ത് ആയിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ടൊരു നമ്മുടെ ഉള്ളിലുള്ള നന്മ പുറത്തു കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് ആക്ച്വലി നമ്പർ 4th പൊസിഷനിലുള്ളത്. ആക്ച്വലി പ്രേംകുമാർ ഡയറക്ട് ചെയ്തിട്ടുള്ള 96-ന് ശേഷം മെയ്യഴകൻ, കാർത്തി അരവിന്ദ് സ്വാമി. സിനിമ കണ്ട സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ അത്ര പ്രതീക്ഷയില്ലാതാണ് സിനിമയ്ക്ക് പോയത്. കണ്ട സമയത്ത് നമുക്ക് വല്ലാത്തൊരു മെൽറ്റിംഗ് ഫീൽ തരുന്ന ഒരു സിനിമയാണ് ആക്ച്വലി മെയ്യഴകൻ എന്ന് പറയുന്നത്. ഞാൻ രണ്ടാമതും ആക്ച്വലി സിനിമ കണ്ടിട്ടുണ്ടായി. നല്ല രസമുള്ള ഒരു കാർത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ കാർത്തിയുടെയും അരവിന്ദ് സ്വാമിയുടെയും ക്യാരക്ടറിലേക്ക് കൂടി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഈ സിനിമയുടെ ആക്ച്വൽ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. സോ മെയ്യഴകൻ ഇസ് അറ്റ് നമ്പർ 4. നൗ കമ്മിങ് ടു ടോപ്പ് 3. സോ ടോപ്പ് 3ൽ നമ്പർ 3rd പൊസിഷനകത്ത് മഞ്ഞുമേൽ കഴിഞ്ഞ് നമ്മുടെ മലയാളത്തിനെ ഇളക്കി മറിച്ച ഒരു സിനിമ. ജിത്തു മാധവൻ രോമാഞ്ചത്തിന് ശേഷം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫഹദ് ഫാസിൽ ഒരൊറ്റ ഡയലോഗിൽ വേറെ ലെവലിൽ പോയിട്ടുള്ള സിനിമ ആവേശമാണ് ആക്ച്വലി നമ്പർ 3. സുഷിൻ ഷ്യാമിൻ്റെ മ്യൂസിക് എൻ്റെ സ്പോട്ടിഫൈ ഇയർ എൻഡിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ലിസൺ ചെയ്തിട്ടുള്ള ആൽബം എന്ന് പറയുന്നത് ആവേശമാണ്. ടോപ്പ് നോച്ച് മ്യൂസിക്, ടോപ്പ് നോട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഫഹദ് മാത്രം എലിവേറ്റ് ചെയ്യുന്ന സിനിമയാണ് ആക്ച്വലി ആവേശം എന്ന് പറയുന്നത്. വിഷുവിൻ്റെ പക്ക വിഷു എന്താ പറയുക സബ്സ്റ്റൻസ് എന്ന് വേണമെങ്കിൽ ആവേശത്തെ പറയാം. ആവേശം ഡെഫിനറ്റ്ലി ഈസ് അറ്റ് നമ്പർ 3. ടോപ്പ് 2 സെക്കൻഡ് പൊസിഷനിലുള്ള സിനിമ എന്ന് പറയുന്നത് ഞാൻ ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ഈ സിനിമ. ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്തിട്ടുള്ള പ്രേമലു. ഞാൻ അറൗണ്ട് ഒരു 6 ടൈംസ് എങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. ഈ സിനിമ കാണുന്ന സമയത്തൊക്കെ നമുക്കൊരു നല്ലൊരു ഫീൽ തരുന്ന ഒരു സിനിമയാണ്. എന്താ അറിയില്ല, എന്താ പറയുക, ഒരു നോർമൽ ലവ് സ്റ്റോറി റോം കോം പരിപാടിയാണ്. പക്ഷെ എന്നിരുന്നാലും അതിനത് കണക്ട് ആവുന്നുണ്ട്, എവിടെയൊക്കെയോ കണക്ട് ആവുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒബ്വിയസ്ലി ഞാനിത് റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള സിനിമയാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റിക് അങ്ങനത്തെ പരിപാടി ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിനിമകളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി പ്രേമലു ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമയാണ് ആക്ച്വലി പ്രേമലു. സോ പ്രേമലു ഇസ് ഡെഫിനറ്റ്ലി അറ്റ് നമ്പർ 2. സോ നമ്പർ 1 2024 എനിക്ക് ഈ നമ്പർ 1 ഫിലിം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമയല്ല. ഞാൻ 2 തവണയാണ് ആക്ച്വലി ഈ സിനിമ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ എനിക്ക് എന്താ പറയുക, ഒരുപാട് ചിന്ത നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മേഖലയിലേക്ക് കൂടി പോയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി മാരി സെൽവരാജ് സംവിധാനം ചെയ്തിട്ടുള്ള വാഴ എന്ന് പറയുന്ന സിനിമ. മാരി സെൽവരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ അനുഭവിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ആ സിനിമയിൽ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഞാൻ അതിൻ്റെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയാനാന എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ആക്ച്വലി ആ പ്രോഗ്രാമിൽ കുട്ടികളിൽ നിന്ന് സംസാരിക്കുന്നതിന് ശേഷമാണ് ആക്ച്വലി ഇവൻ അത് പ്രൊമോഷൻ ആണെങ്കിൽ കൂടി ഞാൻ ആ സിനിമ പോയി കണ്ടിട്ടത്. എനിക്ക് ഭയങ്കരം, അതായത് നിഖില വിമല അതുപോലെ തന്നെ കുറച്ച് കുട്ടികളാണ് ആ സിനിമയിലുള്ളത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാരി സെൽവരാജിന് പറ്റിയിട്ടുണ്ട്. മാരി സെൽവരാജിന് അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു വാഴ എന്ന് പറയുന്ന ഈ സിനിമേൻ്റെ അകത്ത്. അതുപോലെ തന്നെ അത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആവുകയും ചെയ്തിട്ടുള്ള സിനിമയാണ്. 2 തവണ കണ്ടപ്പോഴും എനിക്കൊരു ഭയങ്കരമായിട്ടൊരു പെയിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി വാഴ എന്ന് പറയുന്ന സിനിമ. സോ വാഴ ഈസ് മൈ ടോപ്പ് 1 ഫോർ 2024. സോ ഇത്രയാണ് ആക്ച്വലി 2024 ഞാൻ റേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 15 എന്ന് പറയുന്നത്. ഞാൻ റേറ്റ് ചെയ്യാൻ മീൻസ് ഞാൻ ആക്ച്വലി റേറ്റ് ചെയ്യാനാവില്ല, പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റാങ്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് പുറമെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സിനിമകൾ ഞാൻ എടുത്തു. ഇതിന് പുറമെ വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പറയണമെന്ന് തോന്നുന്ന സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി ജനുവരിയിൽ ആട്ടം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും ടോവിനോ തോമസിൻ്റെ സിനിമ. അതുപോലെ തന്നെ ജനനം 1947 പ്രണയം തുടരുന്നു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം. അതുപോലെ തന്നെ CID രാമചന്ദ്രൻ റിട്ടയർഡ്, അത് ആ ഒരു മൂവി ഗംഭീരമായിട്ടൊരു ത്രില്ലറായിരുന്നു. മന്ദാകിനി ഗംഭീരമായിട്ട് ഉള്ള ഒരു ത്രില്ലറായിരുന്നു. തലവൻ
എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു ഭയങ്കര സങ്കടമുള്ളൊരു സിനിമയാണ് ആക്ച്വലി തലവൻ. അതുപോലെ തന്നെ ഉള്ളൊഴുക്ക് വളരെ നന്നായിട്ട് ഉള്ള സിനിമയായിരുന്നു. ഗഗനചാരി, അതുപോലെ തന്നെ നുണക്കുഴി എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള സിനിമയാണ്. നമ്മുടെ വാഴ, നമ്മുടെ മലയാളത്തിലെ വാഴ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള സിനിമയാണ്. പല്ലൊട്ടി, അതും എനിക്ക് ആക്ച്വലി ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്ന സിനിമയാണ്. നല്ല രസമുള്ളൊരു സിനിമയായിരുന്നു ആക്ച്വലി. അതുപോലെ തന്നെ ആം കാതലൻ, റൈഫിൾ ക്ലബ്, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ആക്ച്വലി ഈ മലയാള സിനിമയിൽ ആക്ച്വലി ഇത്തവണ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കിടിലം സിനിമകൾ ആക്ച്വലി വന്നിട്ടുണ്ട്. സോ 2025 ഇറ്റ് ഇസ് ലോഡിങ്. നമുക്ക് അതുപോലെ തന്നെ വന്നിട്ട് 2024 പറയുമ്പോൾ ഭയങ്കര പ്രതീക്ഷ വെച്ചിട്ടുള്ള പല സിനിമകളും വിചാരിച്ച പോലെ പോകാതെയും നിന്നുണ്ട്. പുഷ്പ, അതുപോലെ തന്നെ ഗോട്ടും, അതുപോലെ തന്നെ കങ്കു പോലത്തെ സിനിമകളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ എലിവേറ്റ് ആകാതെയും ഇരുന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും വന്നിട്ട് തിയേറ്ററിൽ ഈ സിനിമകൾ തരുന്ന ഓളവും ഈ സിനിമകൾ ഉണ്ടാക്കുന്ന സന്തോഷവും ഭയങ്കര വലുതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ 2025 വരെയാണ്. 2025 ഐഡന്റിറ്റി, അതുപോലെ തന്നെ രേഖാചിത്രം, നമ്മുടെ വിജയ് തലപതി 69, സൂര്യയുടെ കാർത്തിക് സുബ്രാജ് പടം, നമ്മുടെ കൂലി, അങ്ങനെ a whole bunch of films is coming. So നമുക്ക് ഈ സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 2025 ഗംഭീരമായിട്ടുള്ളൊരു ഇയർ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ 2025 നമുക്ക് ഗംഭീര സിനിമകളുടെ റിവ്യൂ ആയിട്ട് ഞാൻ ഇന്ന് വരുന്നതായിരിക്കും. സോ ഡു വാച്ച് ഓൾ ദ മൂവീസ് ഇൻ തിയേറ്റേഴ്സ്. ഏതൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ തിയേറ്ററിൽ പോയി കാണുക, സെലിബ്രേറ്റ് ചെയ്യുക. സോ വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ.